ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ചാപ്റ്റർ 5 ആണ് ഇവിടെ. മാർക്കറ്റ് സ്ട്രക്ചറും അതിൻ്റെ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനും ഇതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, എന്താണ് പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈയുടെയും പല ഫോഴ്സുകളുടെ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇതിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് എന്ത് പ്രൈസ് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, എത്ര നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ചില ശക്തികളെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവയുടെ ഇടപെടൽ മൂലമാണ് നമ്മൾ ആ ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഒരു കമ്മോഡിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ഇക്വിലിബ്രിയം പ്രൈസാണ്. ഈ ഏതെങ്കിലും തരത്തിൽ ആ ഒരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിലോ സപ്ലൈയിലോ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതേ സമയം തന്നെ അതിൻ്റെ ചേഞ്ച് ഡിമാൻഡിലോ സപ്ലൈയിലോ കാണും. അതുകൊണ്ട് തന്നെ ആ എക്വിലിബ്രിയം പ്രൈസിലും ആ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രൈസ് മെക്കാനിസത്തിൽ പ്രധാനമായിട്ട് വരുന്ന കോമ്പോണൻസ്? അതിലൊന്ന് നമ്മൾ പഠിച്ച നിയമങ്ങൾ തന്നെയാണ്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡ്, പ്രിൻസിപ്പിൾ ഓഫ് സപ്ലൈ, ഇക്വിലിബ്രിയം പ്രൈസ്. ഇങ്ങനെ 3 കോമ്പോണൻറ്റ് ചേരുമ്പോഴാണ് പ്രൈസ് മെക്കാനിസം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് അല്ലേ. പ്രൈസ് കൂടുന്തോറും ഡിമാൻഡ് കുറയുന്നു, അല്ലെങ്കിൽ പ്രൈസ് കുറയും തോറും ഡിമാൻഡ് കൂടുന്നു. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡ്. പ്രിൻസിപ്പിൾ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താ? അവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുന്തോറും സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയും തോറും സപ്ലൈ കുറയുന്നു. അപ്പോൾ ഒരേപോലെയാണ് അവിടെ മൂവ്മെൻറ്റ് വരുന്നത്. ഇനി എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിമാൻഡും സപ്ലൈയും, ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡും സപ്ലൈയും തുല്യമാവുക. അപ്പോൾ നേരത്തെ പറഞ്ഞ കേസിലൊക്കെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ടൊക്കെ ഡിമാൻഡ് കൂടുകയും കുറയും ഒക്കെ, സപ്ലൈ കൂടുകയോ കുറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇക്വിലിബ്രിയം പ്രൈസ് വരുമ്പോൾ അവിടെ ഡിമാൻഡും സപ്ലൈയും തുല്യമാവുന്ന രീതിയാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊന്നും ആദ്യം മനസ്സിലാക്കുക. പ്രൈസ് മെക്കാനിസത്തിലെ 3 കോമ്പോണൻറ്റ്: ഡിമാൻഡ്, സപ്ലൈ, പ്രൈസ്. ഇനി അതിൻ്റെ കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡും സപ്ലൈയും അതേപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസും. ഈ 3 കാര്യം മനസ്സിലാക്കുക. ഇക്വിലിബ്രിയം പ്രൈസ് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആവുന്നത്. ഇനി എന്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ഇൻട്രാക്ട് ചെയ്യുക, കമ്മോഡിറ്റി ഇൻട്രാക്ട് ചെയ്യുക, അവർക്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ക്വാണ്ടിറ്റി എത്ര വേണം, അതെല്ലാം ഒരു സ്ഥലത്ത് വെച്ച് നടക്കുമ്പോൾ അതിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ഉണ്ടായിരിക്കും, കുറേ പേര് വിൽക്കാനും വാങ്ങാനും ഒക്കെ പലതരം ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റും ഒക്കെ ആയിട്ട് ഒരു വ്യാപാരത്തിൻ്റെ ആവശ്യത്തിനായിട്ട് മീറ്റ് ചെയ്യുന്നൊരു പ്ലേസാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി എത്ര തരത്തിൽ എക്കണോമിക്സിലെ മാർക്കറ്റ് പറയുന്നുണ്ട്? ഇവിടെ പ്രധാനമായിട്ടും കോമ്പറ്റീഷൻ്റെ ബേസിൽ, നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. മാർക്കറ്റിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും അതേപോലെ തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും. ഇനി ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനെ തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷനും കോമ്പറ്റീഷനും, ഒളിഗോപ്പൊളിയും ഡ്യുവോപ്പൊളിയും. ഇനി അപ്പോൾ അതിൽ ഓരോന്നായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റ് കാണാൻ സാധ്യമല്ല. കാരണം ഇതൊരു മിത്ത് മാത്രമാണ്, ഒരു സാങ്കല്പികം മാത്രമാണ്. പ്യുവർലി ഒരു തിയറിക്ക് വേണ്ടിയിട്ട്, ഒരു മാർക്കറ്റ് ഫോമിൻ്റെ ഒരു തിയറിറ്റിക്കലായിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഉണ്ടാക്കിയൊരു മെത്തേഡ് മാത്രമാണ്. എന്നാലും ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള മാർക്കറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. പക്ഷേ ആ സെല്ലറും ബയറും ഒക്കെ ആവശ്യപ്പെടുന്നത് പ്രൊഡക്റ്റ് ഒരേ ആയിരിക്കും, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും. ആൻഡ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സ്. അപ്പോൾ ആ മാർക്കറ്റ് ഫോഴ്സ് നമുക്കറിയാമല്ലോ, ഡിമാൻഡും സപ്ലൈയും അവരായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ പെർഫെക്റ്റ് കോമ്പിനേഷൻ ക്ലിയർ ആയില്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആകുമ്പം ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഓഫ് ഹോമോജിനസ് പ്രൊഡക്റ്റ് ആയിരിക്കും. ആൻഡ് മാർക്കറ്റ് ഫോഴ്സ് ആയിരിക്കും അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ സെല്ലേഴ്സും, ഈ മാർക്കറ്റിലുള്ള എല്ലാ സെല്ലേഴ്സും ആ പ്രൈസ് അവിടെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും
ആ ഒരു പ്രൈസിൽ മാത്രമാണ് അവിടെ വിൽപ്പന നടത്താൻ സാധിക്കുള്ളൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് മെനി ഫേംസ്. ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഒരുപാട് ഫേമിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും അവരെല്ലാവരും ഒരേ പ്രൊഡക്റ്റ് വിൽക്കുകയും ചെയ്യുമ്പോഴായിരിക്കും. ഇവിടെ സെല്ലറുടെ റോള് എന്ന് പറയുമ്പോൾ പ്രൈസ് ടേക്കറാണ്. കാരണം അവർ ആക്സെപ്റ്റ് ചെയ്യണം. ആ ഒരു വില എല്ലാവരും ഒരേ സാധനമല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വില എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് സെല്ലർ ഇവിടെ ഒരു പ്രൈസ് ടേക്കറാണ്. ഇതിൽ ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സിംഗിൾ ബയറോ സെല്ലറിനോ ഒരിക്കലും മാർക്കറ്റ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ഒന്ന്, നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ലാർജ് ആയിരിക്കുക. രണ്ടാമത്, അവരെല്ലാം വിൽക്കാൻ വരുന്ന പ്രൊഡക്റ്റും വാങ്ങാൻ വരുന്ന ആൾക്കാരെല്ലാം വാങ്ങാൻ വരുന്ന ഒരേ പ്രൊഡക്റ്റ് ആയിരിക്കും. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും, ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 10 സെല്ലറും 100 ബയറും വന്നാലും അവിടെ എന്താണ് അവരുടെ പ്രൈസ് എന്ന് പറയുന്ന ഒറ്റ പ്രൈസ് ആയിരിക്കും, സിംഗിൾ പ്രൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആർക്ക് വേണമെങ്കിലും ഈ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഫേമിനും ഫ്രീ ആയിട്ട് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മേക്കിംഗ് പ്രോഫിറ്റ്, ന്യൂ ഫേംസ് വിൽ എൻ്റർ ഇൻ ടു മാർക്കറ്റ്സ് ആൻഡ് ഇഫ് ദ ഇൻഡസ്ട്രി ഈസ് സഫറിങ് ലോസ് ദ ഫേം വിൽ ലീവ് ദ മാർക്കറ്റ്. ലാഭം ഉണ്ടാക്കാനായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, നഷ്ടമാണ് വെച്ചാൽ അത് ആ മാർക്കറ്റ് വിട്ടു പോകുന്നു. ഇനി കൃത്യമായിട്ട് മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് നമുക്കൊരു നോളേജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. In a perfectly competitive market, all the buyers and sellers have perfect knowledge about the market condition. Each of them knows the prevailing price in the market. ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പം ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അറിവ് ഉണ്ടായിരിക്കണം. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഒരു കോമ്പറ്റീഷൻ മെത്തേഡിൽ എല്ലാ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനും പെർഫെക്റ്റ്ലി മൊബൈൽ ആയിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഏത് ഇൻഡസ്ട്രിയിലേക്കും ടെറിട്ടറിയിലേക്കോ ഹയർ റിവാർഡ്സ് കിട്ടാനായിട്ട് മൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് അതിൻ്റെ പ്രത്യേകത. ഏഴാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഈ ഒരു കോമ്പറ്റീഷൻ മാർക്കറ്റിൽ അവിടെ സെല്ലിങ്ങിനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനോ ഒരു ചിലവും വരുന്നില്ല. കാരണം സെല്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഡിഫറെൻറ്റ് പ്രൈസ് വിൽ പ്രിവെയിൽ ഇൻ ദ മാർക്കറ്റ്. സെല്ലിങ്ങും ട്രാൻസ്പോർട്ടേഷനും വരുമ്പം പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളായിരിക്കും കൊണ്ടുവരാനും കൊണ്ടുവരാനും. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ അവിടെ നിന്നുണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ടൈപ്പ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറയുന്നത്. ഇനി പ്യുവർ കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിൽ ചെറിയ ഡിഫറൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. അതിലത്തെ 4 ആദ്യം പറഞ്ഞ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും സിംഗിൾ പ്രൈസും അതേപോലെ തന്നെ ഹോമോജിനസ് പ്രൊഡക്റ്റും ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ 4 ഉണ്ടെങ്കിൽ അതിനെയാണ് പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ടു എക്സിസ്റ്റ് വെൻ ഡിമാൻഡ് ഓഫ് മൊണോപ്പൊളി ഈസ് ആബ്സെൻറ്റ് ഫ്രം ദ മാർക്കറ്റ്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആകുമ്പം ഒന്നുകൂടി ബ്രോഡർ ടേമാണ് പ്യുവർ കോമ്പറ്റീഷനെക്കാട്ടിലും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഏതും കൂടി വരുന്നുണ്ട്, ആബ്സെൻസ് ഓഫ് മൊണോപ്പൊളിയും അതേപോലെ പെർഫെക്ഷൻ, പല തരത്തിലുള്ള പെർഫെക്ഷൻസും കൂടി വരുന്നുണ്ട്. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പെർഫെക്റ്റ് നോളജും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ 4 പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ പ്യുവർ കോമ്പറ്റീഷനും ബാക്കി 7 വരുമ്പോൾ മാത്രമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനും വരുന്നത്. പ്യുവർ കോമ്പറ്റീഷൻ ഈസ് ഈക്വൽ ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ -2 കണ്ടീഷൻസ്. അത് എപ്പോഴാണ് തുല്യമാവുന്നത്? 2 കണ്ടീഷൻസ് മൈനസ് ചെയ്യുമ്പം. ഏതൊക്കെയാണ്? പെർഫെക്റ്റ് നോളജും പെർഫെക്റ്റ് മൊബിലിറ്റിയും, ഈ 2 കാര്യം മൈനസ് ചെയ്യുമ്പോൾ. പിന്നെ പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് പെർഫെക്റ്റിനെക്കാട്ടിലും. ഇതൊക്കെയാണ് ഡിഫറൻസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇക്വിലിബ്രിയം ഓഫ് ഫേം ആൻഡ് ഇൻഡസ്ട്രി. എന്താണ് ഇക്വിലിബ്രിയം പറഞ്ഞാൽ? എളുപ്പത്തിൽ പഠിക്കുകയാണെന്ന് വെച്ചാൽ ഈക്വൽ ബാലൻസ്, രണ്ടും തുല്യമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം. ഇതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചോളം എന്താണ് ഈക്വലായിട്ട് കൊണ്ടുപോകേണ്ടത്? എൻഗേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഫോർ സെല്ലിങ് ഇറ്റ് അറ്റ് എ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു ഫേം ഏതെങ്കിലും ഒരു ബിസിനസ് യൂണിറ്റ് അതൊരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എൻഗേജ് ചെയ്യുന്ന വിചാരിക്കുക, അവിടെ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ കമ്മോഡിറ്റീനെ വിൽക്കുന്നു. ഇതാണ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം. ഇൻഡസ്ട്രി പറയുമ്പം ഒരു ഫേമിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. അങ്ങനെ ഒന്നിലധികം ഫേമുകൾ ചേരുമ്പോൾ ഇവിടെ എന്തായി? അതൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
പക്ഷേ ഇവിടെ വ്യത്യാസം എന്താ വെച്ചാൽ കളക്ഷൻ ഓഫ് ഓൾ ഫേംസ് അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും. അതിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇൻഡസ്ട്രിയിൽ എന്താ ഉണ്ടായിരിക്കുക, ഒരുപാട് ഫേമുകൾ ഉണ്ടായിരിക്കും, അവരെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഫേംസ് വിൽക്കാനായി സെല്ലേഴ്സ് വരും. ഓരോ ഇൻഡിവിജ്വൽ ഫേംസ് അപ്പോൾ അവർക്കൊന്നും പ്രൈസിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ അവിടെ പറ്റില്ല. അപ്പോൾ ഇൻഡസ്ട്രിയാണ് അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒറ്റ പ്രൈസ് മാത്രമാണ് ആ മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സെയിം പ്രൈസ് ചാർജ് ചെയ്യാൻ എല്ലാവരും അവിടെ നിർബന്ധിതരായി തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് ടൈം ഓൺ സപ്ലൈ. ടൈമിന് വാല്യൂ ഉണ്ടോ? സപ്ലൈയുടെ കേസ് നോക്കുമ്പോൾ ടൈമിന് വാല്യൂ ഉണ്ടോ എന്നാണ് ചോദിക്കണം. അതായത് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് സമയത്തിനനുസൃതമായിട്ട് ഡിമാൻഡിലും സപ്ലൈയിലും ഒക്കെ ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ചില ടെക്നിക്കൽ ആസ്പെക്റ്റ് പ്രൊഡക്ഷനിൽ വരുന്നതുകൊണ്ടാണ്. കാരണം ഒരു കുറച്ച് സമയം മാത്രമാണ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ഫേമിന് പെട്ടെന്നൊന്നും എക്സ്പാൻഡ് ചെയ്യാനോ അവരുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനൊന്നും പറ്റില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ എപ്പോഴും നടക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ ഒക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ ഒരു ചെറിയ ഇടവേള കാലയളവാണ് പറയുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഹയർ ആയിരിക്കും. കാരണം അവിടെ അതിന് സ്കെയിൽ ഓഫ് പ്ലാന്റ് ഒന്നും ചേഞ്ച് ചെയ്യാനുള്ളൊരു സമയമില്ല. ഇപ്പോൾ ഒരു 6 മാസം, 1 വർഷം, 3 വർഷം പറയുമ്പോൾ ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ അതിന് പെട്ടെന്ന് മാറ്റങ്ങളിലേക്കൊന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ലോങ് പീരീഡിലേക്ക് പോകുന്നതോറും എന്താ നമുക്ക് സമയം ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നമുക്ക് ലോവർ കോസ്റ്റിലൊക്കെ കോസ്റ്റ് കുറയ്ക്കാനൊക്കെ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലങ്ങൾ കഴിയും തോറും അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനും പുതിയ കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാനും ഉള്ളതിനെ ഒഴിവാക്കാനുള്ളൊരു സമയം അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടൈമിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 ടൈം പീരീഡാണ് ഫിക്സ് ചെയ്യുന്നത്. 1 മാർക്കറ്റ് പീരീഡ്, 2 ഷോർട്ട് പീരീഡ്, 3 ലോങ് പീരീഡ്, 4മത്തത് വെരി ലോങ് പീരീഡ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിനനുസരിച്ച് സപ്ലൈയിൽ വരുന്ന മാറ്റം നോക്കാം. ഫസ്റ്റ് മാർക്കറ്റ് പീരീഡ് എന്താ നോക്കുക. ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം പീരീഡാണിത്. അതായത് ദിവസങ്ങൾ, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 2-3 ദിവസം മാത്രം വരുന്നൊരു കാലയളവാണ് മാർക്കറ്റ് പീരീഡ്. അപ്പോൾ ഇത് വളരെ ഷോർട്ട് ആയതുകൊണ്ട് സപ്ലൈ എന്താണ്, നമ്മുടെ കയ്യിൽ എന്ത് സ്റ്റോക്ക് ഉണ്ടോ അത് മാത്രമേ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്ലൈ കൂടുകയോ കുറയുകയോ ഒക്കെ ആവാം ഡിമാൻഡ് അനുസരിച്ച്. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രൈസ്, ഡിമാൻഡ് എലോൺ ഡിറ്റർമിൻ ദ പ്രൈസ്. അങ്ങനത്തെ കേസ് വരുമ്പോൾ ഒരു 2-3 ദിവസത്തിൽ മാത്രം നടക്കുന്ന ഷോർട്ട് പീരീഡ് നടക്കുന്ന കച്ചവടങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡാണ്. ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇതിൽ എന്ന് പറഞ്ഞാൽ സപ്ലൈ കർവ് എങ്ങനെയായിരിക്കും? വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സപ്ലൈ എപ്പോഴും എന്താണ്? ഫിക്സഡ് ആണ്. ഡിമാൻഡ് എന്ത് വന്നാലും കൂടിയാലും കുറഞ്ഞാലും സപ്ലൈ നമുക്ക് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് അധികം ഈ ഒരു മാർക്കറ്റ് പീരീഡ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെരിഷബിൾ ഗുഡ്സാണ്. പെട്ടെന്ന് ചീത്തയായി പോകുന്ന അല്ലെങ്കിൽ ഡെയിലി കൺസംഷന് വേണ്ട സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ പാല്, ഫിഷ്, എഗ്ഗ്, ഫ്രൂട്ട്സ് ഇതൊന്നും എടുത്തു വയ്ക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെയാണ് ഈ മാർക്കറ്റ് പീരീഡ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് വെച്ചത്? എൻറ്റയർ സപ്ലൈ ഈസ് സോൾഡ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സപ്ലൈ എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. അവിടെ ഡിമാൻഡ് ഹൈ ആണെങ്കിൽ പ്രൈസും കൂടും, ഡിമാൻഡ് കുറവാണെങ്കിൽ പ്രൈസും കുറയും. ഇതാണ് മാർക്കറ്റ് പീരീഡ് എന്ന് പറയുന്നത്. രണ്ടാമത് ഷോർട്ട് പീരീഡ്. ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് കമ്മോഡിറ്റി ഒക്കെ ചേഞ്ച് വിത്തൗട്ട് ചേഞ്ചിങ് ദ, നിലവിൽ നമ്മളിപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ പ്ലാന്റ് മെഷറിയൊന്നും മാറ്റാതെ തന്നെ കമ്മോഡിറ്റിയുടെ സപ്ലൈയിലൊക്കെ ചേഞ്ച് വരുത്താം. അപ്പോൾ അവിടെ നോ ടൈം ടു ചേഞ്ച്, സ്കെയിൽ ഓഫ് പ്ലാന്റ് ഒന്നും മാറ്റാൻ സമയമില്ല. വേരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടർ മാത്രം ചേഞ്ച് ചെയ്യുക. അതിനനുസരിച്ചുള്ള ചേഞ്ച് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നുണ്ടാവുക. അപ്പോൾ സപ്ലൈ കർവ് ഇവിടെ എങ്ങനെ വരിക? മൂവിങ് അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിലേക്ക്. ആദ്യത്തേൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേൽ മൂവ് അപ്വേർഡാണ്, ലെഫ്റ്റ് ടു റൈറ്റിലേക്കായിരിക്കും ഷോർട്ട് പീരീഡിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈ ഒരു പീരീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ സപ്ലൈ ടു സർട്ടൺ എക്സ്റ്റെൻഡ് ആൻഡ് ഡിമാൻഡ്. ഒരു പരിധി വരെ അതിൻ്റെ സപ്ലൈയും ഡിമാൻഡ് ആയിരിക്കും. മറ്റേതിൽ ഡിമാൻഡാണ് ഫിക്സ് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇതിലൊരു പരിധി വരെ സപ്ലൈ ഉണ്ട്, അതേപോലെ ഡിമാൻഡും ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡ് ആകുമ്പോൾ കമ്മോഡിറ്റീസൊക്കെ ഡ്യൂറബിൾ ആൻഡ് റീപ്രൊഡ്യൂസബിൾ, നമുക്ക് പുനർനിർമ്മാണം സാധ്യമായത് അങ്ങനത്തെയൊക്കെ പ്രൊഡക്റ്റുകളായിരിക്കും ഈ ഷോർട്ട് പീരീഡിൽ വരിക. അപ്പോൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഷോർട്ട് പീരീഡിലെ ഷോർട്ട് റൺ നോർമൽ പ്രൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ലോങ് പീരീഡിലേക്ക് പോകുമ്പോൾ
ലോങ് പീരീഡ് എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് സമയം എടുത്തുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന നമ്മുടെ വേരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിനൊക്കെ ചേഞ്ച് വരാം. ഫിക്സഡ് ആൻഡ് വേരിയബിളിലൊക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യണം. സപ്ലൈ നമുക്ക് എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട്. പ്രൈസ് ഇൻ ദ ലോങ് പീരീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവിടെ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയും കൂടിയാണ് അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ദ ലോങ് റൺ കുറച്ച് ഡിസിഷൻ എടുക്കണം. അതുകൊണ്ട് സപ്ലൈ കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഫ്ലാറ്റർ ആയിരിക്കും. ഷോർട്ട് പീരീഡ് സപ്ലൈ കർവിനേക്കാൾ ഒന്നുകൂടി ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ലോങ് പീരീഡിലേക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ലോങ് പീരീഡിലേക്ക് ഉള്ളതിനെയാണ് പറയുന്നത് ലോങ് റൺ നോർമൽ പ്രൈസ്. നേരത്തെ ഷോർട്ട് റൺ നോർമൽ പ്രൈസ് നമ്മൾ പറഞ്ഞു, ഇവിടെ ലോങ് റൺ നോർമൽ പ്രൈസ് ആണ് പറയുന്നത്. ഇനി വെരി ലോങ് പീരീഡ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിനേക്കാട്ടിലും ഒന്നുകൂടി സമയം അധികം വരികയാണ്. അതായത് ഒരു സെക്യുലർ പീരീഡ് വിൽ ഇൻക്ലൂഡ് ഓൾ ദ ചേഞ്ചസ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഡിമാൻഡിലും സപ്ലൈയിലും ഒക്കെ മൊത്തത്തിൽ ചേഞ്ച് വരുന്നൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ സൈസ് ഓഫ് പോപ്പുലേഷൻ, നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ സപ്ലൈ, ക്യാപിറ്റലിൻ്റെ സപ്ലൈ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ആ 4 മാർക്കറ്റ് കണ്ടീഷനിലും വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി നമുക്ക് നോക്കേണ്ട പോയിന്റ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻഡസ്ട്രി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ജസ്റ്റ് ഇവിടെ നമുക്ക് മാർക്കറ്റ് പീരീഡും അതേപോലെ തന്നെ ഷോർട്ട് പീരീഡും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാർക്കറ്റ് പീരീഡിൽ എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. കാരണം വളരെ ഒരു ദിവസം 2 ദിവസമല്ലേ മാർക്കറ്റ് പീരീഡ് ഉള്ളത്. അപ്പോൾ അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? ഡിമാൻഡിനനുസരിച്ചായിരിക്കും പ്രൈസ് ഉണ്ടായിരിക്കുക. അതിൻ്റെ അർത്ഥം സപ്ലൈക്ക് ഒരു റോളും പ്രൈസിലില്ല എന്നുള്ളതല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഷോർട്ട് പീരീഡിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ എന്താ വ്യത്യാസം? ദ ഫേം ഏബിൾ ടു ചേഞ്ച് ഇറ്റ് സപ്ലൈ. ഷോർട്ട് പീരീഡ് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സമയം കിട്ടുന്നു മാത്രം. ഇവിടെ ഈ ഷോർട്ട് പീരീഡിൽ ഫേമിന് എന്താണ്? സപ്ലൈ ചേഞ്ച് ചെയ്യാം. പക്ഷേ അവർക്ക് വേണ്ടത്ര സമയം അതിൻ്റെ സ്കെയിൽ ഓഫ് പ്ലാന്റ് ചേഞ്ച് ചെയ്യാനുള്ള സമയം ഉണ്ടാവുന്നില്ല. അപ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യും എന്ത്? എക്സിസ്റ്റിംഗ് പ്ലാന്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് തന്നെ. അതായത് ഫേമിന് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, സപ്ലൈയും കൂട്ടാൻ പറ്റും ഷോർട്ട് പീരീഡിൽ. എങ്ങനെയാണെങ്കിൽ അതിലെന്തെങ്കിലും നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അത്രയും നോക്കണ്ടുള്ളൂ. ഇനി 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്? കാരണം എല്ലാ സമയത്തും ഫേമിന് കണ്ടിന്യൂസ് ആയി പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ലോസുകൾ ഉണ്ടാവാം. അത് സഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്കുള്ള ലോസുകൾ സംഭവിക്കാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ ഷട്ട് ഡൗൺ പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാലോ, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റുമാണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ പോലും കൊടുക്കേണ്ട ചിലവുകളാണ്. കാരണം നമ്മൾ ബിസിനസ് നടത്തുന്നില്ലെങ്കിലും നമ്മൾ വാടക കെട്ടിടത്തിലാണെന്ന് റെൻറ്റ് കൊടുക്കണം, കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പലിശ കൊടുക്കണം, സാലറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാഫിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫേമിൻ്റെ പ്രൈസ് കവേഴ്സ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ അവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് പ്രൈസ് കവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ പ്രൈസ് കുറവാണെങ്കിൽ, ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ ഫേമിന് ആ പ്രൊഡക്ഷൻ അവിടെ നിർത്തേണ്ടി വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് അവർക്ക് ക്വിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചാണോ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് റവന്യൂവിന് ഈക്വൽ ആവുന്നത്, ആ പോയിന്റിനെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ കുറവിലേക്ക് വരിക. അപ്പോൾ ഫേമിന് അതിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നിർത്തിവെക്കേണ്ടതായ സാഹചര്യം വരുന്നു. ഇതിനെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. AVCയെക്കാട്ടിലും കുറവായിട്ട് പ്രൈസ് വരുന്നൊരവസരം. അപ്പോൾ നമുക്ക് ആ ഒരു കോസ്റ്റ് കൂടി കവർ ചെയ്യാനുള്ള വരുമാനം അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസും നോർമൽ പ്രൈസും. മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഷോർട്ട് പീരീഡ് പ്രൈസാണ്. നോർമൽ പ്രൈസ് പറഞ്ഞാൽ കുറച്ചും കൂടി ലോങ് പീരീഡാണ്. ഇനി മാർക്കറ്റ് പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡിമാൻഡ് ഫാക്ടേഴ്സാണ്. നോർമൽ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സപ്ലൈയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമാണ്. എല്ലാ ഗുഡ്സിനും മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കും. പക്ഷേ നോർമൽ പ്രൈസ് എപ്പോഴും റീപ്രൊഡ്യൂസിബിൾ ഗുഡ്സിന് മാത്രമാണ് നോർമൽ പ്രൈസ് ഉണ്ടാവുന്നുള്ളൂ. എ ഫേം വിത്ത് എ മാർക്കറ്റ് പ്രൈസ് മേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓർ ഇൻകർ ലോസസ്. ഇനി മാർക്കറ്റ് പ്രൈസ് ഉള്ളൊരു ഫേം ആണെങ്കിൽ അവർക്ക് നല്ലൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്.
അതേസമയം എ ഫേം വിത്ത് നോർമൽ പ്രൈസിനാണെന്ന് വെച്ചാൽ അവർക്ക് ഏൺ ചെയ്യാം, ഒരു നോർമൽ പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യാം. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു മിറാഷാണ്. മിറാഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മരീചിക, നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ അതവിടെ ഉണ്ട് എന്നുള്ളൊരു സങ്കല്പം മാത്രമാണ്. ആറാമത്തെ പോയിന്റ് പറയുന്നത് ഒരു ടെമ്പററി ഇക്വിലിബ്രിയാണ് ഡിമാൻഡും സപ്ലൈയും തമ്മിൽ മാർക്കറ്റ് പീരീഡിൽ വരുന്നുള്ളൂ. നോർമൽ പ്രൈസിലാണെങ്കിൽ ദർ വിൽ ബി പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഇക്വിലിബ്രിയം ഉണ്ടാവുന്നുണ്ട് ഡിമാൻഡും സപ്ലൈയും തമ്മിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈവൻ ഡെയിലി തന്നെ പച്ചക്കറിയുടെ വില നമുക്കറിയാലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി സ്റ്റേബിളാണ് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മാർക്കറ്റ് പ്രൈസും നോർമൽ പ്രൈസും തമ്മിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു 3 ടൈപ്പ് മാർക്കറ്റ് പഠിച്ചിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി മൊണോപ്പൊളിയും അതേപോലെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനുമാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്